ഇമാതിരി വെയിലത്തുണ്ടല്ലോ ആ തെങ്ങ് വരെ ഞാൻ തെങ്ങ് കാണിച്ചു തന്നില്ലല്ലോ. ഹേ ഗയ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഫുള്ള് പണിയായിരുന്നു. വിറകിൻ്റെ പണി അടുപ്പത്തിക്കാൻ വിറകില്ലാത്തതുകൊണ്ടേ ഇന്നലെ മിഞ്ഞാന്നായിട്ട് വിറക് അടിച്ചിരുന്നു. വിറക് അടിച്ചു വെച്ചാൽ വിറക് കൊണ്ടുവന്നിരുന്നു. വെളിച്ചൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഉണങ്ങിയ വിറക് ഉണ്ടായിരുന്നു. മുട്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നായിട്ട് അത് വിറക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഉച്ച ഇപ്പം വരെ ഫുള്ള് വിറകും കൊത്തലും വെട്ടലും അത് മാത്രമായിരുന്നു പരിപാടി. കുറച്ച് വിറകൊക്കെ നനഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ നനഞ്ഞ വിറകൊക്കെ ഉണങ്ങി വന്നിരുന്നു. അത്രയ്ക്കും വെയിലാണ് വരുന്നത്. കോടാലിയും കൊണ്ട് ഇവിടെ കുറേ വിറക് കൊത്തി ഇട്ട് കേട്ടോ. ഞാനും നന്ദു അത് പെറുക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ച് അവിടുന്ന് അമ്മ അത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഇവിടെ വിറകൊല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ മരത്തിൽ ഏത് മരമായിരുന്നു? വീട്ടി പോകുന്നത് വീട്ടീൻ്റെ മരം കേട്ടോ. അത് അടുപ്പധികം വിറകില്ലാത്തതുകൊണ്ട് വലിച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്ന വിറക്. അതൊക്കെ വിറക് ഈ കാരണമില്ലൊന്നുമല്ല കേട്ടോ. വലിയ മുട്ടിയായിരുന്നു. വലിയ മുട്ടിയൊക്കെ വീട്ടിലെത്തിക്കാൻ പറ്റ പാടുണ്ടല്ലോ. ഇപ്പം ഞാനിത് മുറ്റത്ത് അച്ഛൻ്റെ വീൽ ചെയറിൽ ഇരിക്കുക കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നായിട്ട് അച്ഛനെ പുറത്തിരുത്തി കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീൽ ചെയർ ആയിരുന്നു എടുത്തത്. ഇലക്ട്രിക്കലിൻ്റെ വീൽ ചെയറിന് കുളിപ്പിക്കാൻ പറ്റൂല. കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറും കമ്പിയിലൊക്കെ വെള്ളമായിട്ടുണ്ടല്ലോ, ആകെ തുരുമ്പ് പിടിച്ചു. ഒരുമാതിരി ഇതേപോലെ തന്നെ ആയിപ്പോൾ. അതുകൊണ്ട് ആ വീൽ ചെയർ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ വീൽ ചെയറിലാണ് അച്ഛനെ കുളിപ്പിച്ചോട്ടോ. ഇന്നലെ ഞാൻ വ്ലോഗ് എടുത്ത് പകുതി ആയിപ്പോണ്ടല്ലോ, മൊബൈൽ ചാർജ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആയി. എന്നിട്ട് ഞാൻ വേഗം കുത്തിവെച്ചിട്ട് വേഗം വ്ലോഗ് എടുത്താട്ടോ. ചെറുനാരങ്ങ എവിടെ ഉണ്ടാവേണ്ടേ ആണല്ലോ. ഇന്നലെ മിഞ്ഞാനായിട്ട് ഞാൻ ചെറുനാരങ്ങ കണ്ടിരുന്നേ. ഇവിടുന്ന് ജിമ്മി കടന്നുറങ്ങണ്. ആ റൂമിൽ അച്ഛൻ കടന്നുറങ്ങിയത് ഇപ്പോൾ എണീറ്റുണ്ട്. ഇവിടെ നന്ദു മൊബൈൽ അടിച്ചോണ്ടൊക്കെ ഉണ്ട്. ഇവിടെ അമ്മയും കീഴും ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. അവർ നല്ല തണുത്ത റൂമിൽ പോയി കടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ സൈഡിലുള്ള റൂമായി കൊണ്ട് നല്ല തണുപ്പുണ്ടാവും. ഒരു സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് ചടച്ച് ഞാൻ മെല്ലെ പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് അക്കരെ മറ്റേ ഇന്നലെ ഞാൻ എൻ്റെ കാണിച്ചില്ലേ, ഒരു തെങ്ങ് കാണിച്ചില്ലേ, ആ തെങ്ങ് വരെ നമുക്ക് ഈ ചൂടത്ത് പോയിട്ട് വരാം കേട്ടോ. ഇമാതിരി വെയിലത്തുണ്ടല്ലോ. നമുക്ക് അങ്ങ് ദൂരെ ആ തെങ്ങിൻ്റെ ഭാഗത്ത് വരെ നടന്നിട്ട് തിരിച്ചു വരാം കേട്ടോ. ഡാമിലൊക്കെ ഏതൊക്കെ ചെക്കന്മാർ കുളിക്കുന്ന നോക്ക്. ഡാമിൽ കുളിക്കണമെന്നുണ്ട്, പക്ഷേ ഡാമിൽ കുളിച്ചിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ കയ്യിലൊക്കെ അന്ന് ഡാം കുളിച്ചിട്ട് വന്ന ഒരു ഇതിരായിട്ടും പോയിട്ടില്ല കയ്യിൽ. ഞാൻ ഡാമും കൂടി കാണിച്ചുതരാം. ആ ഡാമിൻ്റെ ആ മൂലയ്ക്ക് ഉണ്ട് ആരൊക്കെ കുളിച്ചുകൊണ്ട് നിൽക്കണ്, നീന്തി കളിക്കുന്ന അവിടെ. അത് സൈക്കിൾ കാണുന്നതാ എവിടെ ഇതോ. ചേട്ടോ നന്ദു, ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നന്ദു അക്കരെ എത്തി. നമുക്കെന്തായാലും അധികം സമയം ചിലവാക്കാൻ തീരല്ല. അങ്ങ് വരെ നടന്നിട്ട് നമുക്ക് നല്ല വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോഴത്തേക്കും വെയിൽ കുറച്ച് കുറയായിരിക്കും. നല്ല കാറ്റും ഉണ്ട്, നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കാൻ. എന്താ ബജിം ബാ. ഈ റോട്ടിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ റോട്ടിൽ കൂടെ പകുതി ആകുമ്പോൾ ഇതേപോലെ വെയിൽ വരും, പിന്നെ പകുതി ആകുമ്പോൾ തണൽ വരും. മരത്തിൻ്റെ തണലുണ്ടാവും റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ. ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു പേരക്കേൻ്റെ കുറേ കൂട്ടുണ്ട് കേട്ടോ. അവിടെ പേരക്കുണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഉണ്ടെങ്കിൽ 2-3 പേരക്ക പറിച്ചിട്ട് തിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടല്ല, ആ തെങ്ങ് വരെ. ഞാൻ തെങ്ങ് കാണിച്ചു തന്നില്ലല്ലോ. ആ തെങ്ങ് വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മെല്ലെ നടന്നു പോവാം. ഇപ്പോൾ പോയാൽ സ്പീഡിൽ നടന്നു പോകില്ല. അതിന് സ്പീഡിൽ നടന്നു പോകാനതാ ഫ്രണ്ടിൽ അടുത്ത് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കണേ. എത്ര വേഗത്തറിയാൻ നടക്കണേ. അതാ അക്കരെ എത്തി. റോഡിൻ്റെ സൈഡിൽ ഒരു തെങ്ങ് കാണുന്നുണ്ടോ. ആ തെങ്ങിൻ്റെ ചോട് വരെ നടന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ മെല്ലെ നടന്നു പോകാം കേട്ടോ. അധികം തിരക്കൊന്നുമില്ല. ഇപ്പം മുഖത്ത് നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് ഇവിടെ ഞങ്ങളെ തൊട്ടപ്പുറത്തായിട്ട് ഒരു അമ്പലമുണ്ട്. കാവല്ലേ അത്, അതിൻ്റെ ഉത്സവത്തിൻ്റെ തോന്നുന്നല്ലേ. ഉത്സവത്തിൻ്റെ ഫ്ലെക്സ് ഇവിടെ തൂക്കിയിട്ടിരിക്കണം കേട്ടോ. ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴൊക്കെ അല്ലേ ആരെയിലൊക്കെ വിളിച്ചിട്ട് ഞാൻ നടക്കാൻ ഇങ്ങനെ വരും കേട്ടോ. ഏരിക്കോടയിലൊക്കെ നടക്കാൻ പോകും. എനിക്ക് വീട്ടിൽ കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് ചടപ്പ് തോന്നുന്നു. ഗെയിം കളിക്കാനൊന്നും തോന്നില്ല. ഇപ്പോഴല്ല, കുറേ മുന്നേ കേട്ടോ. ഗെയിം കളിക്കാനൊന്നും തോന്നില്ല. ഫുള്ള് ചടപ്പായിരിക്കും. ഫുള്ള് ചടപ്പ്. പിന്നെ കുറേ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ കുറേ ജിമ്മിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ജിമ്മി ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളെ ജിമ്മിക്കൂട്ടെ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ അവൻ കാട്ട് കയറിയിട്ട് മൂത്രമൊഴിക്കായിരുന്നു കുറച്ച് നേരത്തെ. വിളിക്കണ് ദൂരിന്ന് വരുന്ന നോക്കി. അവിടെ പേരക്കാണെങ്കിൽ പേരക്ക ഇറക്കിയായിരുന്നു. പേരക്ക കുറച്ച് നേരത്തെ നോക്കി. പേരക്കല്ല, പേരക്കേൻ്റെ കൊമ്പൊക്കെ റോഡിൻ്റെ സൈഡിലേക്ക് തൂങ്ങിയിരിക്കുന്നതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഇവിടുന്ന് പേരക്കേനെ പറിച്ചുകൊണ്ടാവും കേട്ടോ. അതുണ്ടോ പേരക്കേൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് നിൽക്കണേ. അവിടെ കണ്ടോ അവൻ്റെ തലേൻ്റെ മേലെ. എനിക്കൊന്നേ വൈത്ത ഉണ്ടോ? ഇവിടെ ഉണ്ടോ വൈത്ത? ജിമ്മി ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നത് കണ്ടിട്ട് അത് തിരിച്ചു പോണ്. അല്ലെങ്കിൽ ഞങ്ങളപ്പോൾ വരുമായിരുന്നു. അത് എനിക്ക് ഡാമിൽ കുളിക്കാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ കുളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മേത്തും കയ്യിലും കാലിലും ഫുള്ളെടുത്തുണ്ടല്ലോ ഓരോരോ ഇങ്ങനെ കുരു ഒന്നി പാടി ഇതിലായിട്ടും പോയിട്ടില്ല. എൻ്റെ കൈത്തന്നെ ഉണ്ട്. ഇതോ അവിടെ ഒരു വെള്ള കളറാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട്
അതാണ് അവിടെ നിന്നുണ്ടായി കുരു. കുരു എത്ര കൊല്ലം മുന്നേ ഉണ്ടായതാ അറിയോ? ഇതിനായിട്ട് അതിൻ്റെ പാട് പോയിട്ടില്ല. ആ വേദനയൊന്നുമില്ല, പിന്നെ അതിൻ്റെ പാട് പോയിട്ടില്ല, അതുമാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് ഇരിക്കാനോ ഈ പാലത്തുമ്പോൾ കുറച്ച് ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്തോ. എന്ത് ചെയ്യുക? നമുക്ക് ആ സീറ്റ് പോയിരിക്കാം നമ്മളവിടെ. ഇവിടെ ഞാൻ മറ്റേ തണലുള്ള ഭാഗത്ത് കയറിയിരിക്കണേ, അന്ന് നേരെ വെയിലുള്ള ഭാഗത്ത് ഇരുന്നിരിക്കണേ. അല്ല ഇവിടെ ഇരുന്നിട്ട് എന്താ കാഴ്ചയല്ലേ? എൻ്റെ മൂക്കിൽ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ ഇതേപോലെ വലിയ വലിയ കുരു വരും. നല്ല നീറ്റിലാട്ടോ, നെക്കി കഴിഞ്ഞാൽ അതവിടെ വലുതാവും. അത്രയ്ക്ക് വലുതാവും വെച്ചാൽ ഇവിടെ ഇങ്ങനെ രണ്ടാമത് മൂക്ക് ഇവിടെ മുളച്ച് വന്ന പോലെ അതേപോലെ ഉണ്ടോ, ഒരുമാതിരി ആയിരിക്കും. തൊട്ട എന്ത് നീറ്റിലായിരിക്കും അറിയോ. പിന്നെ പൊട്ടിച്ച് കളയുന്നവരെ ഭയങ്കര വേദനയായിരിക്കും ഭാഗത്ത്. അതുകൊണ്ട് ഞാൻ ഈ കുരു ഒന്നും തൊടുന്നില്ല. കുരു ഇനി വലുതാക്കാൻ എനിക്ക് ആഗ്രഹമില്ല, പിന്നെ ഇനിയും കുരു വരാനും എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുരു തൊടാതിരിക്കുക, സേഫായി ആക്കി വെക്കുക. ഞാൻ അത് കൂടെ നടന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ല ഉറക്കം വരും. കാരണം എന്താണെന്ന് അറിയാം, ഇന്ന് രാത്രി 12 മണി കഴിയുന്നവരെ 12:4 വരെ നിൽക്കാനുള്ള കേട്ടോ. ഇന്നൊരാളെ ബർത്ത്ഡേ ആണ്. ഞാൻ ആരാന്ന് പറഞ്ഞു തരൂല, ഇന്നൊരാളെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ആ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. 12 മണി ആവട്ടെ, 12 മണിക്ക് വിഷ് ചെയ്യാനുള്ളതാണ്. ആരാന്ന് ഞാൻ പറഞ്ഞില്ല, കാണിച്ചു തരില്ല, ഒക്കെ സീക്രട്ട് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി വേഗം ഉറക്കം വരില്ലല്ലോ. അപ്പോൾ അതാണ് ഈ രാവിലെ അലാറം വെച്ചിട്ട് നമുക്കിത് രാവിലെ എണീക്കും ചെയ്യാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുക കേട്ടോ. ഇപ്പോൾ മാത്രമല്ല, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് കുളിക്കാൻ പോകണം. ഞാൻ വേഗം പോയിട്ടേ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. എനിക്ക് ഭയങ്കര വിശക്കുണ്ട്, വയറ് എന്തൊക്കെ ആവുന്നുണ്ട്. നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഫുഡെല്ലാം കഴിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഒതുങ്ങിയിരിക്കാം. 12 മണി 12:4 വരെ കേട്ടോ. എന്തായാലും കുളിച്ചിട്ട് വരാം. വയറ് എന്തൊക്കെ ആവുന്നുണ്ട്, നല്ല വിശക്കുണ്ട്. ഞാൻ കുളിച്ചുകൊണ്ടൊക്കെ ഉണ്ടല്ലോ, അറിയാതെ കൈ ഇങ്ങനെ ആക്കിയപ്പോൾ ഇവിടെ മൂക്കത്തെ കുരുവിലങ്ങ് തട്ടിയിട്ടോ. അത് എന്ത് വേദന അറിയും എൻ്റെ മോനെ. ഇത് മറ്റേ മൂക്ക് മുറിച്ചളയൂലേ, അതേപോലെ ഉണ്ടായിരുന്നു. നമ്മൾ അടുക്കളയിൽ കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ചെമ്മീൻ കറി മാങ്ങിയും അതൊക്കെ ഇട്ട് നല്ല ചെമ്മീൻ കറി വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ചോറ് എടുത്തോണ്ടിരാം, എന്നിട്ട് ചെമ്മീൻ കറി അതിന് മേലെ ഒഴിച്ചിട്ടേ ഞാൻ ഈ റൂമിൽ കൊണ്ടുവരാം. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വിളിക്കണ്ടോന്നിന്. ആ ചോറാണോ? ഇങ്ങോട്ടോ. ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ കറി പിന്നെ മത്തിക്കറി അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കഷ്ണമീൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിച്ചത് ചെമ്മീൻ കറിയും പിന്നെ ചെമ്മീൻ പൊരിച്ചുണ്ട്. ഇത് ചെമ്മീൻ കറി ചോറുന്നോ? ചെമ്മീൻ പൊരിച്ചൊക്കെ കഴിയും, വേണമെങ്കിൽ ചോറുന്നോ? എന്താ കാര്യമായിട്ട് തിന്നിട്ട് വന്നേ? കറിയും കൂടി ഫുഡ് കഴിച്ച് പകുതിയായപ്പോൾ അമ്മതാ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പേരി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്ത് ആര് വന്നാലും എണീറ്റ് പോയിരുന്നല്ലേ, അതേപോലെ ഞാൻ എണീക്കണില്ല. അമ്മ ഇങ്ങോട്ട് വരും, എണീറ്റ് പോയി എനിക്ക് എടുക്കാനുള്ളൂ. പക്ഷേ എന്താ അറിയില്ല, അമ്മ അപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ കൊണ്ടുവരുന്നത്. മതിയമ്മ. അല്ല, നീ അവിടുന്ന് എന്തൊക്കെ കഴിച്ചോ? ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു കഷ്ണം പുട്ടും കടലക്കറിയും തിന്നു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായില്ല. കാരണം എന്താ അറിയോ, ഞാൻ രാവിലെ 2-3 വെള്ളപൂരി ഉണ്ടായിരുന്നു, മൈദ കൊണ്ടുണ്ടാക്കിയ പൂരി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കണ്ടു, ഒരു ഇത്തിരി ചോറ്, കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചോറ് കഴിച്ചിട്ടുള്ളൂ. എഡിറ്റ് ചെയ്യണം, പിന്നെ അപ്ലോഡ് ആക്കണം, അടുത്ത പിന്നെ വിഷ് ചെയ്യണം, അത് കുറച്ച് ചടങ്ങുണ്ട്. എന്തായാലും നമുക്ക് വ്ളോഗ് ഇവിടെ നിന്ന് ക്ലോസ് ആകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.